സഹോദരി സഹോദരന്മാരെ, ഇതുപോലെ ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു ഹിജ്റ 2-ാം വർഷം റമദാൻ മാസത്തിൽ റമദാൻ 17-ന് ചരിത്ര പ്രസിദ്ധമായ ബദർ യുദ്ധം നടന്നത്. ഇസ്ലാമിനെ തകർക്കാൻ പുറപ്പെട്ട മക്ക മുശ്രിക്കുകളും മുസ്ലിങ്ങളും തമ്മിൽ മദീനക്കടുത്തുള്ള ബദറിൽ വെച്ച് നടത്തിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു യുദ്ധമായിരുന്നു അത്. ബദറിന്റെ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഒരിക്കലും തന്നെ യുദ്ധക്കൊതിയുമായി ഭൗതികമായ നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി ഒരുങ്ങി പുറപ്പെട്ട് നടന്ന ഒരു യുദ്ധമായിരുന്നില്ല ബദർ യുദ്ധം എന്നുള്ളത്. ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ അവരുടെ രാഷ്ട്രത്തിനു വേണ്ടിയും ഭൗതികമായ നേട്ടങ്ങൾക്കു വേണ്ടിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഭൂമിയായ മക്ക രാജ്യത്ത് ഞങ്ങളുടെ വിശ്വാസം അംഗീകരിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കാതെ വന്ന ഒരു സാഹചര്യം സത്യവിശ്വാസികൾക്കുണ്ടായിരുന്നു. ഒരിക്കലും തന്നെ ആ മക്കയിൽ നിന്നും പുറത്തേക്ക് പോകുവാൻ ഒരു പറിച്ചു നടലിന് ഒരിക്കലും അവർ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം ലോകത്തെ ഏറ്റവും പുണ്യ ഭൂമിയാണ് മക്ക എന്നുള്ളത്. ഏറ്റവും പുണ്യമുള്ള മസ്ജിദ് ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് പരിശുദ്ധ മക്ക എന്നുള്ളത്. പക്ഷെ ദീനിനു വേണ്ടി സത്യവിശ്വാസികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും സ്വഹാബ വനിതകളും മക്കയിൽ നിന്നും ദീനിനു വേണ്ടി മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടി വന്നു. എന്നാൽ ആ മദീനയിലും സ്വസ്ഥമായ ജീവിതം കൊടുക്കാതെ അവിടെ വെച്ചും അവരെ ആക്രമിക്കുവാൻ വേണ്ടി, ഇല്ലാതാക്കുവാൻ വേണ്ടി ശത്രുക്കൾ ഒരുങ്ങി പുറപ്പെട്ട വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുകയാണ്. അബൂ സുഫിയാനും കൂട്ടരും വലിയ കച്ചവട സംഘവുമായി കച്ചവട നേട്ടം ലഭിച്ചുകൊണ്ട് അത് മുസ്ലിങ്ങൾക്കെതിരിൽ പ്രയോഗിക്കുവാൻ വേണ്ടിയുള്ള പുറപ്പാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ആ ഒരു കച്ചവട സംഘത്തെ ഒന്ന് തടുക്കുവാൻ വേണ്ടി മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വളരെ ചുരുക്കം ആളുകളും ബദറിലേക്ക് പുറപ്പെടുന്നത്. എന്നാൽ അബൂ സുഫിയാനും കൂട്ടരും മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെടുകയും ഈ വിവരം അറിഞ്ഞ അബൂജഹലിന്റെ നേതൃത്വത്തിൽ 1000-ഓളം പട്ടാളവും ഖുറൈശി നേതാക്കളും സംബന്ധിച്ചിരുന്ന വലിയ സൈന്യത്തിന്റെ ഒരു സംഘം വിശ്വാസികൾക്ക് നേരെ വരികയാണ്. ഒരുപാട് 100 കുതിരകളും 700 ഒട്ടകങ്ങളും അവിടെ കൂടെ ഉണ്ടായിരുന്നു. അവർ വലിയ യുദ്ധത്തിനു വേണ്ടി പുറപ്പെടുകയാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെയുള്ള മുഹാജിറുകളും അൻസാറുകളും വളരെ തുച്ഛമായ ആളുകൾ, 310 ആളുകളും വെറും 2 കുതിരയും 70 ഒട്ടകവുമായിട്ടാണ് അവർ പോകുന്നത്. കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ മഹത്തായ സഹായത്താൽ ഒരു ദൃഷ്ടാന്തമെന്നോണം ആ ബദർ യുദ്ധത്തിൽ, ആ ഒരു പോരാട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് വിജയം ലഭിക്കുകയാണ്. അതിശക്തമായ മുസ്ലിം സംഘത്തിനേക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ള ആ സംഘത്തിലെ നേതാക്കളായ 70 പേർ കൊല്ലപ്പെടുകയും 70 പേർ ബന്ധനത്തിലാക്കപ്പെടുകയും ചെയ്തു. എന്നാൽ തുച്ഛമായ വിശ്വാസികളിൽ നിന്നും വെറും 14 പേര് മാത്രമാണ് ബദർ യുദ്ധത്തിൽ ഷഹീദായത്. 6 മുഹാജിറുകളും 8 അൻസാറുകളുമായിരുന്നു അവർ. പ്രിയപ്പെട്ടവരെ, ബദർ നടക്കുവാനുള്ള ഒരു സാഹചര്യമാണ് ചുരുക്കി ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ബദറിൽ സംഭവിച്ചത്? എങ്ങനെയാണ് ഈ 3 ഇരട്ടി വലിപ്പം വരുന്ന ശത്രു സംഘത്തെ മുസ്ലിങ്ങൾ പരാജയപ്പെടുത്തിയത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ,
ഇനിയൊരു ബദറുണ്ടാക്കാൻ വേണ്ടിയല്ല അത് മനസ്സിലാക്കുന്നത്, മറിച്ച് ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് വലിയ പാഠങ്ങൾ ആ ബദർ നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനമായത് പ്രിയപ്പെട്ടവരെ, സത്യവിശ്വാസികളുടെ ഇസ്ലാമിന്റെ വിജയത്തിന് ഏറ്റവും നിദാനം എന്നുള്ളത് ആദർശമായിരുന്നു. ആദർശം മുറുകെ പിടിച്ചാൽ മാത്രമേ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ സഹായം നമ്മിലേക്ക് വന്നെത്തുകയുള്ളൂ എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ബദറിലേക്ക് പുറപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലയും അനുചരന്മാരും ആൾബലവും ആയുധബലവും അവർക്കുണ്ടായിരുന്നില്ല. നമുക്കറിയാം, വളരെ തുച്ഛമായ ആളുകളും തുച്ഛമായ ആയുധവുമാണ് അവർക്കുണ്ടായിരുന്നത്. പക്ഷേ ആദർശ ബലമാണ് അവരുടെ വിജയത്തിന് തുണയായത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ സഹായം കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ശിർക്കിന്റെ യാതൊരു അംശവും കലരാത്ത വിശ്വാസം സ്വീകരിച്ചവർക്കാണ് എന്നുള്ളതാണ്. ശിർക്കിന്റെ അംശം കലരാത്ത അള്ളാഹുവിന്റെ കൃത്യമായ ആദർശം സ്വീകരിച്ച, അള്ളാഹു പഠിപ്പിച്ച ആദർശം സ്വീകരിച്ച ആളുകൾക്കാണ് അള്ളാഹുവിന്റെ വിജയമുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സത്യവിശ്വാസികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുചരന്മാർക്കും ആ ഒരു വലിയ വിജയം, ആ ഒരു വലിയ സഹായം ബദറിൽ ലഭിച്ചെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ നിലക്കുള്ള അള്ളാഹുവിന്റെ അപാരമായ സഹായം ലഭിക്കുവാനും കാരണമാകുന്നത് നമ്മുടെ വിശ്വാസമായിരിക്കണമെന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ 22-ാമത്തെ അധ്യായം സൂറത്തു ഹജ്ജിന്റെ 38-ാമത്തെ ആയത്ത് സൂചിപ്പിക്കുകയാണ്, ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഖവ്വാനിൻ കഫൂർ. തീർച്ചയായും സത്യവിശ്വാസികൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിരോധം ഏർപ്പെടുത്തുന്നതാണ്. നന്ദികെട്ട വഞ്ചകരെയൊന്നും അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. ഇതൊരായത്ത സഹോദരങ്ങളെ, സത്യവിശ്വാസികൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിരോധം തീർക്കുന്നതാണ്. അവർക്ക് അല്ലാഹു വിജയം നേടിക്കൊടുക്കുന്നതാണ്. സൂറത്തുർ റൂമിന്റെ 47-ാമത്തെ സൂചിപ്പിക്കുന്നു, വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. വിശ്വാസികളെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയായിരിക്കുന്നു. അതായത് അള്ളാഹുവിന്റെ ബാധ്യതയാണ് സത്യവിശ്വാസികളെ സഹായിക്കുക എന്നുള്ളത്. ഇത് വിശുദ്ധ ആയത്ത് സഹോദരങ്ങളെ, വിശ്വാസികളെ സഹായിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ബാധ്യതയാണ്. അത് അള്ളാഹു നിർവഹിച്ചിരിക്കുമെന്നുള്ളതാണ്. 3-ാമത്തെ ആൽ ഇംറാനിന്റെ 139-ാമത്തെ ആയത്ത് സൂചിപ്പിക്കുന്നു, വലാ തഹിനു വലാ തഹ്സനു. നിങ്ങൾ ദൗർബല്യം കാണിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യരുത്. വഅൻതുമുൽ അഅലൗൻ. നിങ്ങൾ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ. ഈ ആയത്തുകൾ സഹോദരങ്ങളെ, വിശ്വാസം മുറുകെ പിടിച്ച് മുന്നോട്ട് പോയാൽ അള്ളാഹുവിന്റെ സഹായം ലഭിക്കുമെന്നുള്ളതിനുള്ള കൃത്യമായ തെളിവാണ്. ഇതാണ് ബദറിൽ സംഭവിച്ച ഏറ്റവും വലിയ വിജയം എന്നുള്ളത്. ആദർശം അവർ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. മക്കയിൽ നിന്നും അവർക്കിഷ്ടപ്പെടാതെ ഒരിക്കലും അവർ ആഗ്രഹിക്കുന്നില്ല മക്കയിൽ നിന്നും വിട്ടുപോകണമെന്ന്. പക്ഷേ ജനിച്ച നാടും കുടുംബവും വീടും അതിമഹത്തായ പ്രതിഫലമുള്ള മസ്ജിദും വിട്ടുകൊണ്ട് മദീനയിലേക്ക് പോകാനുള്ള കാരണം അവിടെ ആദർശമായിരുന്നു. അതുകൊണ്ട് ആ ആദർശമുള്ളത് കൊണ്ട് ബദറിൽ അവരെ അള്ളാഹു സഹായിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം മറ്റൊരു വിഷയം എന്നുള്ളത്, നമുക്കുള്ളൊരു പാഠം എന്നുള്ളത്, കൂടിയാലോചനക്കുള്ള വലിയ ഒരു പ്രാധാന്യം ബദർ നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പല കാര്യങ്ങളും കൂടിയാലോചിച്ച് നിർവഹിക്കുന്നത്. നമ്മുടെ മഹലിന്റെ കാര്യങ്ങൾ, നമ്മുടെ വീട്ടിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആളുകൾ കൂടിയാലോചിച്ചുകൊണ്ടെടുക്കുന്ന തീരുമാനം, ആ തീരുമാനം എല്ലാ സമയത്തും ഗുണം ചെയ്യുമെന്നുള്ളതാണ്. അതിലാണ് ഖൈറുള്ളത്. വിശുദ്ധ ഖുർആനിൽ 6-ാമത്തെ അധ്യായം അൻആമിന്റെ 159-ാമത്തെ ആയത്ത് സൂചിപ്പിക്കുന്നുണ്ട്, വശാവിറുഹും ഫിൽ അംർ. കാര്യങ്ങളിൽ നീ അവരോട് കൂടിയാലോചിക്കുകയും ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിൽ കൂടിയാലോചിച്ചുകൊണ്ട് ചെയ്യണമെന്നുള്ളത്. ഈ രൂപത്തിലാണ് ബദറിൽ ഖുറൈശികൾ അവരുടെ കച്ചവട സംഘത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ ഒറ്റക്കൊരു തീരുമാനമെടുത്തിട്ടില്ല. ഞാൻ അല്ലാഹുവിന്റെ റസൂലാണല്ലോ, എനിക്ക് വഹിയുള്ള വ്യക്തിയാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് പോലും
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ആ വിഷയത്തിൽ ഒറ്റക്കൊരു തീരുമാനമെടുത്ത് അനുയായികളെ അറിയിച്ചിട്ടില്ല. മറിച്ച് തന്റെ സഹാബികളെ ഒരുമിച്ച് കൂട്ടുകയും അവരോട് ഈ വിഷയം പങ്കുവെക്കുകയും ചെയ്തു. വലിയ സന്നാഹങ്ങളുമായി കച്ചവട സംഘത്തെ പ്രതിരോധിക്കുവാൻ വേണ്ടി അബൂജഹലും കൂട്ടലും മക്കയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം സഹാബികളുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടി ആലോചിക്കുകയാണ്. ആ സമയത്ത് സഹോദരങ്ങളെ, മുഹാജിറുകളും അൻസാറുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അവിടെ ആ സഹോദരങ്ങളെ, ഒരു ചെറിയ സംഘമായിട്ട് പോലും, ആയുധബലമില്ലാഞ്ഞിട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊരു മനക്കരുത്ത് നൽകിയത് ആ കൂടിയിരുന്നുള്ള ആലോചനയായിരുന്നു, അതിലൊരു തീരുമാനമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു പാഠമാണ്, പിശാച് എന്നുള്ളത് മനുഷ്യന്റെ മുഖ്യ ശത്രുവാണ്. പിശാച് മനുഷ്യന്റെ മുഖ്യ ശത്രുവാണ് എന്ന് സംശയലേശമന്യേ ബദർ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്താ കാരണം? പിശാചിന്റെ പ്രവർത്തനം എന്താ പ്രിയപ്പെട്ടവരെ, നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പിശാച് മനുഷ്യനെ തിന്മയിലേക്കും പാപങ്ങളിലേക്കും പിശാച് കൊണ്ടുപോകുന്നത് ചെയ്യാൻ പോകുന്ന കാര്യം എത്ര മോശപ്പെട്ട കാര്യമാണെങ്കിലും, എത്ര അപകടം പിടിച്ച കാര്യമാണെങ്കിലും നമ്മുടെ മുമ്പിൽ പിശാച് ആദ്യം നല്ല ഭംഗിയായി തോന്നിപ്പിക്കും. വ്യഭിചാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന് ആ വ്യഭിചാരം വലിയൊരു ഭംഗിയുള്ള കാര്യമായി, ആനന്ദമുള്ള ഒരു കാര്യമായി പിശാച് അവനിൽ തോന്നിപ്പിക്കും. അവസാനം ചെയ്യും, അതിലകപ്പെടുമ്പോൾ വലിയ ആപത്തിൽ ചെന്നുപെട്ട് അവനെന്തെയ്യും, ഇല്ലാതായിത്തീരും. ആളുകൾക്കിടയിൽ അവന് വഷളായിത്തീരുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണ് ഇപ്പോൾ പലപ്പോഴും പല കൊലപാതകങ്ങളും അക്രമങ്ങളും, വിദ്യാർത്ഥികൾ പോലും പരസ്പരം കൊല ചെയ്യപ്പെടുന്നതും. എന്താണ് സഹോദരങ്ങളെ? വിദ്യാർത്ഥികൾക്കിടയിൽ ആ നടക്കുന്ന അക്രമങ്ങളും ആ തല്ലും മറ്റുമൊക്കെ ഒരു ആവേശമായി, ഒരു ആനന്ദമായിട്ട് തോന്നുകയാണ്. പിന്നെ ഏതെങ്കിലും കുട്ടികൾ തങ്ങളുടെ കരങ്ങളാൽ തലക്കടിച്ച് കൊല്ലപ്പെടുമ്പോഴാണ് സഹോദരങ്ങളെ അവർക്ക് മനസ്സിലാണത് വലിയ അപകടമെന്നുള്ളത്. ആദ്യം അവർക്കൊരു ആവേശമായിട്ട് തോന്നും, ഒരു തല്ല് എന്ന രൂപത്തിൽ. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, പിശാച് മക്കാ മുശ്രിക്കുകളെ അവർ അകപ്പെടാൻ പോകുന്ന വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. എങ്ങനെയാണ്? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, തല്ലാഹി ലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബലിക്. അല്ലാഹു തന്നെയാണ് സത്യം, താങ്കൾക്ക് മുമ്പ് പല സമുദായങ്ങളിലേക്കും നാം ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. ഫസയ്യന ലഹുമുശ് ശൈത്വാനു അമാലഹും. എന്നാൽ പിശാച് അവർക്ക് അവരുടെ ദുഷ്പ്രവർത്തനങ്ങൾ അലങ്കാരമായി തോന്നിച്ചു. പിശാച് എന്ത് ചെയ്ത്? മുൻകഴിഞ്ഞപ്പോൾ സമുദായത്തിലേക്ക് വന്നത് പ്രവാചകന്മാരയച്ചിട്ടുണ്ട്. പക്ഷെ പ്രവാചകന്മാരയച്ചു, പല ആളുകളും അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല. കാരണം എന്താണ്? അവിടെ പ്രവർത്തനങ്ങളെ, ദുഷ്പ്രവർത്തനങ്ങളെ പിശാച് അലങ്കാരമായി തോന്നിപ്പിച്ചു എന്നുള്ളതാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ, ബദർ യുദ്ധ ദിവസം തങ്ങൾ ദുഷിച്ച പ്രവർത്തനത്തെയും അള്ളാഹുവിലുള്ള അവിശ്വാസത്തെയും അവന്റെ ദൂതനോടുള്ള യുദ്ധത്തിന്റെ പുറപ്പാടുമൊക്കെ എന്ത് ചെയ്യാണ്? അവിശ്വാസികൾക്ക് പിശാച് ഭംഗിയായി തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ്? വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി പ്രിയപ്പെട്ടവരെ സൂചിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻഫാലിന്റെ 48-ാമത്തെ ആയത്ത് കാണാൻ സാധിക്കും. വഇദ് സയ്യന ലഹുമുശ് ശൈത്വാനു അമാലഹും. പിശാച് അവർക്ക് തങ്ങളുടെ പ്രവർത്തികളെ ഭംഗിയാക്കി കാട്ടിയ സന്ദർഭം നീ ഓർക്കുക. വഖാല ലാ ഗാലിബ ലകുമുൽ യൗമ മിനൻ നാസി വഇന്നീ ജാറുൻ ലക്കും. പിശാച് ബദറിൽ വന്നുകൊണ്ട് പറയുകയാണ്, ഈ മനുഷ്യരിൽ നിന്നും ആരും നിങ്ങളെ ജയിച്ചടക്കുന്നവരല്ല. നിശ്ചയമായും ഞാൻ നിങ്ങൾക്കൊരു അയൽക്കാരനും സഹായിയുമായിട്ട് ഉണ്ടാകുമെന്ന് പിശാച് മനുഷ്യരൂപത്തിൽ സുറാഖത്ത് ഇബ്നു മാലിക്കിന്റെ രൂപത്തിൽ വന്നുകൊണ്ട് ശത്രുക്കളോട് പിശാച് പറയുകയാണ്, ഈ സംഘം ചെറിയ സംഘമാണ്, ഇവരെ മുമ്പിൽ എന്തെങ്കിലും ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടൂല. ഞാൻ നിങ്ങളെ സഹായിയാണ്, എന്റെ ഗോത്രക്കാർ നിങ്ങളെ കൂടെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് പിശാച് എന്ത് ചെയ്ത് അവിടെ വന്നു എന്നുള്ളതാണ്. എന്നാൽ ഫലമ്മാ തറാഅത്തിൽ ഫിഅതാനി നകസ അലാ അഖിബൈഹി. ആ രണ്ട് സംഘങ്ങൾ പരസ്പരം കണ്ടപ്പോൾ നകസ അലാ അഖിബൈഹി, ആ വെച്ച കാലിൽ തന്നെ, ആ മടമ്പ് കാലിൽ പിശാച് പിന്നോട്ട് പോയി. പിശാച് എന്ത് ചെയ്ത്? പിന്മാറിപ്പോയി. ശത്രുക്കൾ എന്ത് ചെയ്ത്? യുദ്ധക്കളത്തിലേക്ക് ഇറക്കി വിട്ടു. പക്ഷെ പിശാച് എന്ത് ചെയ്ത്? തിരിഞ്ഞുപോയി. കാരണം എന്താണ്? വഖാല ഇന്നി ബരീഉം മിൻകും ഇന്നി അറാ മാ ലാ തറൗൻ. പിശാച് പറഞ്ഞു, നിശ്ചയമായും ഞാൻ നിങ്ങളിൽ നിന്നും ഒഴിവായവനാണ്, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്. അതായത് നമുക്കറിയാം, ബദറിൽ മലക്കുകൾ ഇറങ്ങിയിനി. ആ മലക്കുകളെ ആര് കണ്ട്? പിശാച് കണ്ടെന്ത് ചെയ്ത്? പിശാച് പിന്തിരിഞ്ഞു പോയി എന്നുള്ളതാണ്.
നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ പിശാച് എന്ത് ചെയ്ത് ശത്രുക്കൾക്ക് ഒരു അലങ്കാരമാക്കി തോന്നി. യുദ്ധം വിജയം നമുക്കുറപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്ത് ശത്രുക്കളെ ഇറക്കി വിട്ടു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. പിശാച് മനുഷ്യന്റെ മുഖ്യ ശത്രു സഹോദരങ്ങളെ, പിശാച് മനുഷ്യന്റെ മുഖ്യ ശത്രുവാണ്. നമ്മൾ നിർവഹിക്കുന്ന ഓരോ തിന്മകളും പാപങ്ങളും നമുക്ക് ആനന്ദമായിട്ട് തോന്നും, അലങ്കാരമായിട്ട് തോന്നും. എന്നാൽ അതിലകപ്പെട്ട് കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്ക് എത്തിക്കുമെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് ബദർ നമുക്ക് നൽകുന്ന മറ്റൊരു പാഠം എന്നുള്ളത്. പിശാചിന്റെ പ്രവർത്തനം കൃത്യമായി നമ്മൾ ഒരുപാട് ഖുത്ബകളിൽ മനസ്സിലാക്കിയവരാണ് പ്രിയപ്പെട്ടവര്. അത് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ബദറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം കൂടിയാണ് അത്. മറ്റൊരു വിഷയമാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നുള്ള വലിയ ഒരു സന്ദേശം ബദർ നമുക്ക് നൽകുന്നുണ്ട്. പ്രാർത്ഥന സഹോദരങ്ങളെ, ഏതൊരു സാഹചര്യത്തിലും അള്ളാഹുവിലേക്ക് പ്രാർത്ഥന ഉയർത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായമുണ്ടായിരിക്കും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല ലമ്മാ കാന യൗമ ബദരിൻ നദറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മുശ്രിക്കീന. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബദർ യുദ്ധ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകളെ നോക്കി. ആ സമയത്ത് വഹും അൽഫൻ, അവർ 1000 പേരുണ്ടായിരുന്നു. വസ്ഹാബുഹു 319 റജുലൻ, എന്നാൽ സ്വഹാബികൾ 319 മാത്രം. ഒരു പ്രയോഗം അങ്ങനെയാണ് കണക്ക്, 300 ചില്ലാൻ ആളുകൾ മാത്രമാണ് സ്വഹാബികൾ ഉള്ളത്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്തഖബല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖിബലത ثم مد يديه فجعل يهتف بربه. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് തന്റെ കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങൾ, ആയുധമില്ല, ആൾബലമില്ല. ആ സമയത്തും ആദർശബലം മുറുകെ പിടിച്ചുകൊണ്ട്, അള്ളാഹുവിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട്, പ്രാർത്ഥന എന്ന വലിയ ആയുധത്തെ മുന്നിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് പറയുകയാണ്, അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅദ്തനി, അല്ലാഹുമ്മ ആതി മാ വഅദ്തനി. അല്ലാഹുവേ, നീ എന്നോട് ചെയ്ത വാഗ്ദാനം എനിക്ക് നിറവേറ്റി തരണമേ. അല്ലാഹുവേ, നീ മുമ്പ് എനിക്ക് നൽകിയ വാഗ്ദാനം നിറവേറ്റി തരണമേ. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇൻ തഹ്ലിക ഹാദിഹിൽ ഇസാബതി മിൻ അഹ്ലിൽ ഇസ്ലാം. അല്ലാഹുവേ, ഇസ്ലാമിന്റെ ആൾക്കാരായ ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ നശിപ്പിക്കുകയാണെങ്കിൽ ലാ തുഅബദ് ഫിൽ അർള്, ഭൂമിയിൽ ഒരിക്കലും നിനക്ക് ആരാധന ചെയ്യപ്പെടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ട് ആവർത്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് മേലങ്കി താഴെ വീഴും വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു താഴെ വീണ മേലങ്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എടുത്തു കൊടുത്തുകൊണ്ട് പിന്നിൽ നിന്നും ആലിംഗനം ചെയ്തു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളുടെ റബ്ബിനോടുള്ള നിങ്ങളുടെ ഈ പ്രാർത്ഥന തന്നെ നമ്മൾക്ക് മതിയാകും. അള്ളാഹു വാഗ്ദാനം ചെയ്തത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ധൈര്യം പകർന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യാണ്. നോക്കൂ സഹോദരങ്ങളെ, പ്രാർത്ഥനയിൽ വലിയ ധൈര്യമായിരുന്നു അവർക്ക്. എന്താ സഹോദരങ്ങളെ, എന്തായിരുന്നു ആ വാഗ്ദാനം എന്നുള്ളത്? കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി മാത്രം പുറപ്പെടുന്ന കൊച്ചു സംഘം അതൊരു വലിയ സൈന്യത്തെ നേരിടാൻ ഒരുങ്ങിയപ്പോൾ സ്വഹാബികൾ പേടിച്ചിരുന്നു. സ്വഹാബികൾ സ്വാഭാവികമാണ് പേടിച്ചിരുന്നു. കാരണം ഇവർ പുറപ്പെട്ടെന്തിനാണ്? കച്ചവട സംഘത്തെ തടയാൻ വേണ്ടിയാണ്, വലിയൊരു യുദ്ധത്തിന് വേണ്ടി പോയതല്ല. എന്നാൽ അവർ വലിയ സന്നാഹവുമായി വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും സ്വഹാബികൾ പേടിച്ചിരുന്നു. ആ സമയത്താണ് അള്ളാഹു റസൂലും വാഗ്ദാനം കൊടുക്കുന്നത്, സയുഹ്സമുൽ ജംഉ, വഴിയെ ആ സംഘത്തെ പരാജയപ്പെടും. വയുവല്ലൂന ദുബുർ, പിന്നോക്കം അവർ തിരിഞ്ഞോടുകയും ചെയ്യുമെന്ന് അള്ളാന്റെ വാഗ്ദാനം ഉണ്ടേനി. ഈ വാഗ്ദാനം അള്ളാഹുവെ നിറവേറ്റി തരണമേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പ്രാർത്ഥിച്ചത്. നോക്കൂ സഹോദരങ്ങളെ, ആ സമയത്ത് അബൂജഹലും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്താ അബൂജഹൽ പ്രാർത്ഥിച്ചത്? യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ അബൂജഹൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ,
റസൂൽ പ്രാർത്ഥിച്ചാരോടാണ്? റസൂൽ പ്രാർത്ഥിച്ചതും അള്ളാഹിനോടാണ്. ആ സമയത്ത് അബൂജഹലും പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ, അല്ലാഹുവേ, അഖ്തഉനാ ലിർറഹിം, മുഹമ്മദ് ഞങ്ങളിൽ കുടുംബബന്ധം മുറിച്ചവനാണ്. വആതാനാ ബിമാ ലാ യുറഫ്, ഞങ്ങൾക്കറിയാത്ത മതവുമായി വന്നവനാണ് മുഹമ്മദ്. അതുകൊണ്ട് ഫഅഹിൻഹുൽ ഗദാത്, അവൻ നശിപ്പിക്കണമേ. ആരാ പ്രാർത്ഥിക്കണത്? അബൂജഹല പ്രാർത്ഥിക്കണത്. രണ്ടാളും പ്രാർത്ഥിച്ച അള്ളാഹുവിന്റെ സഹോദരങ്ങൾ. അള്ളാഹു വിളിച്ച പ്രാർത്ഥന. എന്തൊരു മാറ്റമുള്ളത്? എന്താണ് പിന്നെ മക്ക മുശ്രിക്കുകളും മക്കയിലെ മുസ്ലിങ്ങളും മാറ്റമുള്ളത്? അബൂജഹൽ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, അതോടൊപ്പം തന്നെ അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിച്ചു. എന്നാൽ മക്കയിലെ മുസ്ലിങ്ങൾ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല വിഷയം സഹോദരി ഇതാണ്. പല ആളുകളും ഇന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഈ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ബദറിന്റെ സമയത്ത് അങ്ങേയറ്റം പ്രതിസന്ധിയിലായപ്പോൾ ബദരീങ്ങൾ പ്രാർത്ഥിച്ചത് അള്ളാഹിനോടാണ്. എന്നാൽ ഇന്ന് മുസ്ലിം സമുദായത്തിൽ പല ആളുകളും ആ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ബദരീങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. നോക്കൂ സഹോദരങ്ങളെ, മക്കാ മുശ്രിക്കുകളും മക്കാ മുസ്ലിങ്ങളും തമ്മിലെ മാറ്റം എന്താണ്? മക്കയിലെ മുസ്ലിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹിനോടും പ്രാർത്ഥിച്ചു, അതോടൊപ്പം തന്നെ മറ്റു വിഗ്രഹങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ഇവിടെ അബൂജഹൽ അല്ലാഹുമ്മ എന്ന് വേണ്ട പ്രാർത്ഥിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, വിശ്വാസികൾക്ക് മാത്രമുള്ളതായിരുന്നു അള്ളാഹിന്റെ സഹായം. അബൂജഹൽ അള്ളാഹിന്റെ സഹായമല്ല, കാരണം വിശ്വാസിയല്ല, അവർ മുശ്രിക്കുകളായിരുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയാണ്. തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് സൂറത്തുൽ ആലി ഇമ്രാനിന്റെ 123-ാമത്തെ ആയത്താണ്. വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല, നിങ്ങൾ ചെറിയ സംഘമായിരിക്കെ ബദറിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ച സന്ദർഭം നിങ്ങൾ ഓർക്കുക എന്ന് വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. ഇനി എങ്ങനെ സഹോദരങ്ങളെ ബദറിൽ അള്ളാഹു സഹായിച്ചത്? എങ്ങനെയാണ് സഹായിച്ചത്? ഒരിക്കലും അവർക്ക് ആൾബലം നൽകിയിട്ടോ അല്ലെങ്കിൽ ആയുധങ്ങൾ ഇറക്കിക്കൊടുത്തിട്ടോ അല്ല സഹായിച്ചിട്ടുള്ളത്. ഇന്ന് പല യുദ്ധങ്ങളും നിരപരാധികളായ ആളുകളെ, സ്ത്രീകളെയും കുട്ടികളെയും കൊന്നെടുക്കുന്ന ലോകത്തിന്റെ പല ഭാഗത്തുള്ള യുദ്ധങ്ങളും സഹോദരങ്ങളെ, അവർക്ക് സഹായം എന്താണ്? മറ്റുള്ള രാജ്യങ്ങളാണ്. സാമ്പത്തിക സഹായം, ആയുധബലം, ആൾബലം, രാഷ്ട്രീയപരമായ പിൻബലം നൽകിക്കൊണ്ട് സഹായിക്കുന്നത്. എന്നാൽ ബദറിൽ അള്ളാഹു സഹായിച്ചത് എങ്ങനെയാണ്? ഒരു ദൃഷ്ടാന്തമായിക്കൊണ്ട്, സത്യവിശ്വാസികൾക്ക് വലിയൊരു ഗുണപാഠമായിക്കൊണ്ട് മലക്കുകളെ ഇറക്കിക്കൊണ്ട് സഹായിക്കുകയാണ്. ആദ്യം 1000 മലക്കുകളെയും ശേഷം 3000 മലക്കുകളെയും അതിനുശേഷം 5000 മലക്കുകളെയും ഇറക്കിക്കൊണ്ട് ബദറിൽ അള്ളാഹു സത്യവിശ്വാസികളെ സഹായിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്ത് ആലി ഇമ്രാനിന്റെ 125-ാമത്തെ ആയത്തിൽ പറയുന്നു, ബലാ ഇൻ തസ്ബിറൂ വതത്തഖൂ വയഅതൂകും മിൻ ഫൗരിഹിം ആദാ, നിങ്ങൾ ക്ഷമിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവർ ശത്രുസൈന്യം ഈ ക്ഷണത്തിൽ നിങ്ങളടുക്കൽ വരികയും ചെയ്യുന്ന പക്ഷം യുംദിദുകും റബ്ബുകും ബിഹംസതി ആലാഫിൻ മിനൽ മലായികതി മുസവ്വിമീൻ, മലക്കുകളിൽ നിന്നും പ്രത്യേകം അടയാളം ലഭിച്ചവരായ 5000 പേരെ കൊണ്ട് റബ്ബ് നിങ്ങൾക്ക് സഹായം നൽകുന്നതാണ്. ഇങ്ങനെ സഹോദരങ്ങളെ, ബദറിൽ മലക്കുകൾ ഇറങ്ങി സഹായിച്ചു എന്നുള്ളതാണ്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ മലക്ക് മതി അത്രയും ശത്രു സൈന്യത്തെ തുരത്തി ഓടിക്കാൻ. എന്നാൽ എന്തിനാ 5000 ഇറക്കിയത്? അത് വിശ്വാസികൾക്കൊരു ധൈര്യം പകരാൻ, അവർക്കൊരു കരുത്ത് പകരാൻ വേണ്ടി എന്ത് ചെയ്യാണ്? അള്ളാഹു 5000 മലക്കുകൾ ഇറക്കിക്കൊണ്ട് സഹായിക്കുകയാണ്. ഇതാണ് ഒന്നാമത്തെ സഹായം സഹോദരങ്ങളെ. രണ്ടാമത്തെ സഹായം, ശത്രുക്കളുടെ മനസ്സിൽ, അവരുടെ കണ്ണിൽ മുസ്ലിങ്ങൾ ഇരട്ടിയുണ്ടെന്ന് തോന്നിപ്പിച്ചു. ശത്രുക്കൾക്ക് എന്ത് ചെയ്യാണ്? ഇരട്ടിയുണ്ടെന്ന് തോന്നിപ്പിച്ചു. ആൾക്കാർ കൂടുതലുണ്ട് എന്ന് അവർക്ക് തോന്നിപ്പിച്ചു. യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ, അവിശ്വാസികൾ തങ്ങളുടെ ദൃഷ്ടിയിൽ ഇരട്ടിയുണ്ടെന്ന് തോന്നിയിരിക്കുകയാണ്. മുസ്ലിങ്ങൾ എന്താണ്? ഇവർ കുറെ ഉണ്ട് എന്നുള്ളത് അവർക്ക് തോന്നിപ്പോയി എന്നുള്ളതാണ്. ഇത് രണ്ടാമത്തെ സഹായം എന്നുള്ളത്. മൂന്നാമത്തെ ഒരു സഹായം, സത്യവിശ്വാസികൾക്ക് ഒരു ഉറക്കം നൽകുകയാണ്, ആശ്വാസകരമായ ഒരു മയക്കം നൽകുകയാണ്. അവരൊന്ന് മയങ്ങണ സഹോദരങ്ങളെ. അതോടൊപ്പം തന്നെ ഒരു ചാറ്റൽ മഴ, അവർക്കൊരു മഴ ലഭിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഈ 2 കാര്യവും ഒറ്റ സൂചിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ അൻഫാലിന്റെ 11-ാമത്തെ ആയത്ത് സഹോദരങ്ങളെ,
അള്ളാഹു നൽകിയ ഈ രണ്ട് സഹായങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് യുഗശീകുമുന്നുആസ അമനതം മിൻഹു, അള്ളാഹു തന്റെ പക്കൽ നിന്നുള്ള മനഃശാന്തിയുമായി നിങ്ങളെ നിദ്രാമയക്കം കൊണ്ട് ആവരണം ചെയ്തിരുന്ന സന്ദർഭം ഓർക്കുക. എന്താണ്? സ്വാഭാവികമായിട്ട് ടെൻഷനിലാണ്, അവർക്കൊരു പ്രയാസമുണ്ട്. കാരണം എന്താണ്? ചെറിയ സംഘമാണ് ഞങ്ങൾ, യുദ്ധത്തിന് പോകുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ്. അപ്പൊ എന്ത് ചെയ്യാണ്? അവരെ അള്ളാഹു ഒന്ന് ഉറക്കിക്കിടത്തുകയാണ്. അതോടൊപ്പം തന്നെ വയുനസ്സില അലൈകും മിനസ് സമാഇ മാഅ ലിയുതഹിറകും ബി, അവൻ നിങ്ങളുടെ മേൽ ആകാശത്ത് നിന്നും വെള്ളം ചൊരിഞ്ഞു തന്നിരിക്കുന്നു. എന്തിന്? ലിയുതഹിറകും ബി, നിങ്ങളെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി. ഇത് രണ്ടും സഹോദരങ്ങളെ അള്ളാഹു അവർക്ക് നൽകിയ വലിയ സഹായമായിരുന്നു. ഒന്നെന്താണ്? അവർക്ക് മനഃശാന്തിയും മനസ്സമാധാനവും നൽകിക്കൊണ്ട് ഒരു മയക്കം അള്ളാഹു അവർക്ക് പ്രത്യേകം അനുഗ്രഹിച്ച് നൽകി എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഈ മയക്കത്തിലൂടെ അവർക്കുള്ള എല്ലാവിധ ഭയപ്പാടും അലട്ടുമൊക്കെ നീങ്ങി പുതിയൊരു ഉണർവും ചൈതന്യവും ലഭിക്കുവാൻ അത് സഹായകമായി എന്നുള്ളത് ഉറങ്ങിണീറ്റപ്പം. അതോടൊപ്പം അവർക്ക് അള്ളാഹു മഴ നൽകുകയാണ്. എന്താ കാരണം? ആ യുദ്ധമൈതാനത്തിൽ മുസ്ലിങ്ങളുടെ അടുത്തുണ്ടായിരുന്ന വെള്ളത്താവളം മുശ്രിക്കുകൾ നേരത്തെ പിടിച്ചടക്കിയിരുന്നു. അവർക്ക് വെള്ളം കിട്ടില്ലേനി, വെള്ളല്ലേനി. അടുത്തുള്ള ആ ഒരു വെള്ളത്താവളം മുശ്രിക്കുകൾ നേരത്തെ പിടിച്ചടക്കിയിട്ടുണ്ട്. ആലോചന സഹോദരങ്ങൾ, യുദ്ധം എന്നുള്ളത്, ബദർ എന്നുള്ളത് വെറും ഒരു യുദ്ധമായിരുന്നില്ല. മദീനയിലേക്ക് വന്ന് അവരെന്ത് ചെയ്യാൻ പ്രയാസപ്പെടുത്തുകയാണ്, വെള്ളം മുട്ടിച്ചു കഴിഞ്ഞ്. അങ്ങനെ അവർക്ക് ദാഹശമനത്തിനോ ശുദ്ധീകരണത്തിനോ വെള്ളം കിട്ടാതെ വളരെ വിഷമിച്ചിരുന്നു അവർ ആ സമയത്ത്. അതോടൊപ്പം തന്നെ വുളൂ ചെയ്യുവാനും കുളിക്കുവാനും കഴിയാതെ ശുദ്ധിയില്ലാത്തവരായി പോലും പലരും നമസ്കരിച്ചിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലായിരുന്നു അവർ. ആ സമയത്താണ് ബദറിന്റെ തലേ ദിവസം വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅ, അല്ലാഹു എന്ത് ചെയ്യാണ്? അവർക്ക് ഒരു പ്രത്യേക മഴ നൽകുകയാണ്. ആ മഴയിലൂടെ അവർക്ക് ആ ഒരു പ്രശ്നവും പരിഹരിച്ച് അവരെന്ത് ചെയ്യാണ്? നല്ല ഉണർവോടുകൂടി അവർക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇതാണ് മൂന്നാമത്തെ സഹായം സഹോദരങ്ങളെ. നാലാമതായി സൂചിപ്പിക്കുന്നത് ശത്രുക്കൾക്ക് അള്ളാഹു അവരുടെ മനസ്സിൽ ഭയം വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. അള്ളാഹു ഒരു പ്രത്യേക ഭയം ചെയ്ത് ശത്രുക്കളെ മനസ്സിൽ അള്ളാഹു വിട്ടുകൊടുത്തു. അൻഫാലിലെ 12-ാമത്തെ ആയത്ത് സൂചിപ്പിക്കുന്നുണ്ട്, ഇത് യൂഹി റബ്ബുക ഇലൽ മലായിക, നിന്റെ രക്ഷിതാവ് മലക്കുകൾക്ക് ബോധനം നൽകി. എന്താണ്? അന്നീ മാക്കും ഫസബ്ബിതുൽ ലദീന ആമനു, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, അതിനാൽ സത്യവിശ്വാസികളെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുക. കാരണം ബദറിൽ മലക്കുകൾക്ക് അള്ളാഹു ബോധനം നൽകുകയാണ്, വഹി നൽകുകയാണ്. എന്താ പറഞ്ഞത്? ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുക. സഉൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ്, സത്യവിശ്വാസികളുടെ മനസ്സുകളിൽ ഞാൻ ഭയം ഇട്ടുകൊടുക്കുന്നതാണ്. എന്ത് ചെയ്യും? അവരെ മനസ്സിൽ ഭയം ഇട്ടുകൊടുക്കുന്നുള്ളതാണ്. നമുക്കറിയാം, മലക്കുകളെ കാണാൻ കഴിയൂല, ശത്രുക്കളെ കാണാൻ കഴിയില്ല. പക്ഷേ ശത്രുക്കൾ കാണുന്ന ആരെ തന്നെയാണ്? ഈ മുസ്ലിം സൈന്യത്തെയാണ്. അവരെ ഇരട്ടിയായി തോന്നിപ്പിച്ചു കൊടുത്തു. അതോടൊപ്പം തന്നെ അവിടെ മനസ്സിൽ ഒരു പ്രത്യേക ഭയം അള്ളാഹു ഇട്ടുകൊടുത്തു എന്നുള്ളതാണ്. എന്നിട്ട് പറയണ, അതിനാൽ കഴുത്തുകൾക്ക് മേൽ നിങ്ങൾ വെട്ടിക്കൊള്ളുക. മലക്കുകളാണ് ചെയ്യണത്, മലക്കുകളാണ് ചെയ്യണത്. മുസ്ലിം പക്ഷത്തിലെ സ്വഹാബിമാർ വാളോങ്ങുന്നുണ്ടായിരുന്നുള്ളൂ, അപ്പോഴേക്കും എന്ത് ചെയ്യും? തലമുറിഞ്ഞു വീഴും. മലക്കുകളാണ് അവിടെ പ്രവർത്തിച്ചത് എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അൻഫാലിന്റെ 12-ാമത്തെ ആയത്തിൽ അതിനാൽ കഴുത്തുകൾക്ക് മേൽ നിങ്ങൾ വെട്ടിക്കൊള്ളുക. വദരിബൂ മിൻഹും കുല്ല ബനാൻ, അവിടെ വിരലുകളെല്ലാം നിങ്ങൾ വെട്ടിക്കളയുകയും ചെയ്യുക. ഈ രൂപത്തിൽ സഹോദരങ്ങളെ വിശ്വാസികൾ അല്ലാഹു സഹായിച്ചു എന്നുള്ളതാണ്. മലക്കുകൾ വലിയ സഹായം, അവർക്ക് മലക്കുകളുടെ സഹായം ലഭിച്ചു അള്ളാഹുവിന്റെ ഇതിന് പ്രകാരം, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം. അതോടൊപ്പം അവസാനമായി സൂചിപ്പിക്കാനുള്ളത്, ശത്രുക്കളുടെ കണ്ണിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിടി മണ്ണ് വാരി എറിയുകയാണ്. ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞപ്പോൾ അത് എല്ലാ ശത്രുക്കളുടെയും കണ്ണിലും എത്തുകയാണ്. അവർക്ക് ഇരുട്ട് പകരുകയാണ്. കണ്ണിലേക്ക് എന്തേത്? ഈ ഒരു പ്രയാസം അവർക്ക് അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. അൻഫാലിലെ 17-ാമത്തെ ആയത്ത് സൂചിപ്പിക്കുന്നുണ്ട്, ഫലം തഖ്തുലൂഹും വലാകിന്നല്ലാഹ ഖതലഹും, എന്നാൽ അവരെ നിങ്ങൾ കൊലപ്പെടുത്തിയിട്ടില്ല. കണ്ടോ? ഫലാ തഖ്തുലൂഹും, നിങ്ങൾ അവരെ കൊലപ്പെടുത്തിയിട്ടില്ല, നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ വലാകിന്നല്ലാഹ ഖതലഹും, അല്ലാഹു അത്ര അവരെ കൊലപ്പെടുത്തിയത്. അത് മലക്കുകളിലൂടെ എന്ത് ചെയ്ത്? അവരെ കൊലപ്പെടുത്തി. വമാ റമൈത, നീ എറിഞ്ഞിട്ടില്ല,
ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. എന്നാൽ നീ എറിഞ്ഞിട്ടില്ല, നീ എറിഞ്ഞപ്പോൾ അല്ലാഹുവാണ് എറിഞ്ഞത്. അതായത് അല്ലാഹുവാണ് ആ ഒരു മണൽ ശത്രുക്കളുടെ കണ്ണിലേക്ക് പരത്തിയത് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. ഈ രൂപത്തിൽ സഹോദരങ്ങൾ വലിയ അത്ഭുതമായിരുന്നു ബദർ എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. സത്യവിശ്വാസികൾക്ക് അള്ളാഹു നൽകിയ വലിയ വിജയമായിരുന്നു ബദറിലെ വിജയമാവും നിഷേധിക്കൂല. മുസ്ലിങ്ങൾക്ക് അള്ളാഹു നൽകിയ വലിയ വിജയം തന്നെയായിരുന്നു അത്. എന്തുകൊണ്ട്? വിശ്വാസമാണ് സഹോദരങ്ങളെ. വിശ്വാസികൾക്ക് വിജയമുണ്ടാകുമെന്നുള്ള യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. വിശ്വാസികൾക്ക് വിജയമുണ്ടാകും. ഇസ്ലാം എന്നുള്ളത് ലോകത്തൊരിക്കലും പരാജയപ്പെടുവാനുള്ള മതമല്ല എന്നുള്ളതാണ്. ഇസ്ലാം ഒരിക്കലും ലോകത്ത് പരാജയപ്പെടുകയില്ല, മറിച്ച് വിജയിക്കുവാൻ വേണ്ടി മാത്രമുള്ള മതമാണ് പരിശുദ്ധ ഇസ്ലാം എന്നുള്ളത്. അങ്ങനെ പരാജയപ്പെടണമെങ്കിൽ സഹോദരങ്ങളെ ബദറിൽ പരാജയപ്പെടുമായിരുന്നു അല്ലേ? അവിടെയുള്ള സ്വഹാബികളെയും റസൂലുള്ളാഹിയും എല്ലാം വധിച്ചു കളയുമായിരുന്നു ശത്രുക്കൾ. അത്രത്തോളം വലിയ ആൾബലവും ശക്തിയും അവർക്കുണ്ടായിരുന്നു. എന്നാൽ വിശ്വാസം മുറുകെ പിടിച്ചതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസികളായതുകൊണ്ട് അള്ളാഹുവിന്റെ വലിയ സഹായം അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ സഹായങ്ങൾ വന്നു കിട്ടണമെങ്കിൽ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പരീക്ഷണങ്ങളിൽ, ആരോരുമില്ലാതെ പ്രയാസപ്പെടുന്ന അവസ്ഥകളിൽ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുമ്പോൾ, സാമ്പത്തികമായി പ്രയാസപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരിക്കലും തന്നെ അള്ളാഹു അല്ലാത്തവരിലേക്ക് വല്ലതും അർപ്പിക്കുവാനോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ആ ഒരു വിധിയെ പഴിക്കുവാനോ അതിനെതിരെ പ്രവർത്തിക്കുവാൻ ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. എത്ര വലിയ പരീക്ഷണങ്ങൾ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാലും, അത് ജീവനഷ്ടമാണെങ്കിലും, മക്കൾ നഷ്ടപ്പെടുമ്പോഴും, സാമ്പത്തിക നഷ്ടമാണെങ്കിലും പ്രിയപ്പെട്ടവരെ നമുക്കൊരു യഖീനുണ്ട്, നമുക്ക് ദൃഢമായ വിശ്വാസമുണ്ട്. അള്ളാഹുവിന്റെ വിശ്വാസമാണത്. എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ പരീക്ഷിക്കുന്നത് എന്ന ഒരു ഉറച്ച വിശ്വാസം പ്രിയപ്പെട്ടവരെ ഓരോ മുഅ്മിനിന്റെയും ഓരോ മുഅ്മിനത്തിന്റെയും മനസ്സിലുണ്ടായിരിക്കണമെന്നാണ് ബദർ നൽകുന്ന പാഠം എന്നുള്ളത്. ഒരുപാട് പരീക്ഷണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലും ഇതിനേക്കാൾ കൂടുതൽ പരീക്ഷണങ്ങളും പീഡനങ്ങളും മർദ്ദനങ്ങളും അവർ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ അവരുടെ വിശ്വാസം അവർ കളയാതെ അതിൽ മുറുകെ പിടിച്ചതുകൊണ്ട് അവരൊക്കെ ഇന്ന് സ്വർഗാവകാശികളായി തീർന്നു എന്നുള്ളതാണ്. ബദറിൽ ഷഹീദായ ആളുകൾ അവർ സ്വർഗത്തിലെ സഹോദരങ്ങളെ. ഒരിക്കലും അവർ വിചാരിച്ചിട്ടില്ല വലിയ സൈന്യത്തെ എങ്ങനെ നേരിടുമെന്ന ഒരു ഭയം അവർക്കുണ്ടായിരുന്നില്ല. അവർക്കറിയാം ഞങ്ങളുടെ വിശ്വാസം ഉറച്ച വിശ്വാസമാണ്, റബ്ബ് ഞങ്ങളെ സഹായിക്കുമെന്ന ആ ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ബദറിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. അതിലൂടെ പ്രിയപ്പെട്ടവരെ ബദറിൽ ഷഹീദായവർക്ക് സ്വർഗമാണ് പ്രതിഫലം. ആ നിലക്ക് നമ്മളും കൃത്യമായി നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ പതറാതെ അള്ളാഹുവിലേക്ക് നിരന്തരമായി പ്രാർത്ഥനകൾ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആ നിലക്കുള്ള ഈമാനും കരുത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സത്യസന്ധമായ വിശ്വാസം കൊണ്ട് മാത്രമേ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിക ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും വിജയം ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥ വിശ്വാസം സ്വീകരിക്കാതെ ഇസ്ലാമിനു വേണ്ടി എന്തു ചെയ്തിട്ടും അതൊരിക്കലും ചെയ്യില്ല, ഉപകാരപ്പെടില്ല എന്ന ഒരു വലിയ സന്ദേശം ബദർ നമുക്ക് നൽകുന്നുണ്ട്. ഒരു ചെറിയ സംഭവം മാത്രം സൂചിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു, അത് ബദറിന്റെ സമയത്ത് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ യുദ്ധത്തിനിറങ്ങിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ആ മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയായിരുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫർജിഅ്, നീ പോയിക്കോ, നിന്നെ കൊണ്ട് യാതൊരു ഉപകാരവും ഇസ്ലാമിന് ലഭിക്കുകയില്ല. ഫർജിഅ് ഫലൻ അസ്തഈന ബിമുശ്രികിൻ, ഒരു ബഹുദൈവ വിശ്വാസിയുടെ സഹായം ആവശ്യമില്ല.
എന്ന് പറയാണ്. ഇവിടെ സഹോദരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. വിശ്വാസിയായിക്കോ, എന്നാ എന്ത് ചെയ്യുക, അതിനു വേണ്ടി ഇറങ്ങാന്ന് പറയാണ്. എന്നാൽ ആ സമയത്ത് അദ്ദേഹം അത് നിരസിക്കുകയും എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ അത് ആവർത്തിച്ച് പറയാണ് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി. അങ്ങനെ 3-ാം തവണ അദ്ദേഹം വിശ്വാസം സ്വീകരിച്ചിരുന്നുള്ളതാണ്. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ യുദ്ധത്തിനിറങ്ങുവാൻ വേണ്ടി അനുവദിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ മനസ്സിലാക്കുന്നതാണ്, ഇസ്ലാമിന് വേണ്ടി പോരാടുമ്പോൾ ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇസ്ലാമിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് പോരാട്ടങ്ങൾ. വിജയം ലഭിക്കണമെങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രത്യേക സഹായം ലഭിക്കണമെങ്കിൽ അതിനുവേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്ന വിശ്വാസം വളരെ പ്രധാനമാണ് എന്ന ഒരു പാഠമാണ് ഈ ഒരു സംഭവം നമുക്ക് നൽകുന്നത്. അത് വിശ്വാസികളാണെങ്കിൽ മാത്രം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അവരെ കൊണ്ട് ഇസ്ലാമിന് ഉപകാരമുണ്ടാവുകയുള്ളൂ എന്ന് കൃത്യമായി നമ്മൾ ഈ ഒരു സംഭവത്തിന്റെ സ്ഥാനത്തിൽ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ രംഗത്തും നമ്മുടെ ഈമാനിനെ മുറുകെ പിടിക്കുവാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈമാൻ എന്നുള്ളത് ഒരു കാറ്റിൽ ആടിക്കളിക്കുന്ന ഇല പോലെ, അല്ലെ ഒരു കാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാറിക്കളിക്കുന്ന ഒരു തൂവൽ പോലെയാണ് മനുഷ്യന്റെ ഈമാൻ എന്നുള്ളത്. അതങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കും. സഹോദരങ്ങൾ, നമ്മുടെ കൃത്യമായ ഇബാദത്തുകൾ കൊണ്ടും മതപരമായ അറിവുകൾ നേടിക്കൊണ്ടുമാണ് നമ്മുടെ ഈമാനിനെ കൃത്യമായി നമ്മൾ ഉറപ്പിച്ചു നിർത്തേണ്ടത്. ആ നിലക്ക് മുന്നോട്ട് പോകുവാൻ ഞാൻ നിങ്ങളും പരമാവധി പരിശ്രമിക്കണമെന്നാണ് അവസാനമായ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. സഹോദരങ്ങളെ, എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് സമാധാനമേകുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം, നമുക്ക് ആശ്വാസം പകരുന്നത് നമ്മുടെ വിശ്വാസം തന്നെയാണ്. ഏത് ഘട്ടങ്ങൾ നമുക്ക് മനസ്സമാധാനം നൽകുന്നത്, നമ്മുടെ ദുഃഖങ്ങൾക്ക് പരിഹാരമാകുന്നത്, നമ്മുടെ വിഷമങ്ങൾക്ക് പരിഹാരമാകുന്നത് നമ്മുടെ വിശ്വാസമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ റബ്ബ് നമ്മെ തിരിച്ചു വിളിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും എല്ലാ ദുഃഖങ്ങളും എല്ലാ പ്രയാസങ്ങളും ഇവിടെ ഇറക്കി വെച്ചുകൊണ്ട് നമ്മൾ റബ്ബിലേക്ക് തിരിച്ചു മടങ്ങുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, ശേഷമുള്ള ലോകത്ത് അതിനേക്കാൾ വലിയ പരീക്ഷണം നമുക്ക് വരാനുണ്ട്. നമ്മുടെ വിശ്വാസം ദുർബലമാണെങ്കിൽ അതിനേക്കാൾ വലിയ കടുത്ത പരീക്ഷണങ്ങളാണ് നമുക്ക് വരാനിരിക്കുന്നത്. നമ്മുടെ മരണസമയത്തും നമ്മുടെ ഖബറിലും മഹ്ശറയിലും നരകത്തിലുമൊക്കെ പ്രിയപ്പെട്ടവരെ സഹിക്കാൻ കഴിയാത്ത പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് തഖ്വയോടുകൂടി തിന്മയിൽ നിന്നും പാപത്തിൽ നിന്നും പരമാവധി വിട്ടുന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.